അപ്പോൾ അത്യാവശ്യം എക്സ്പെൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വർക്കിംഗ് ബാച്ചിലേഴ്സ്, സ്റ്റുഡൻസ്, PGs, അതുപോലെ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുന്നതിന് പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ചെയ്ത് പരീക്ഷിക്കാവുന്ന ഒരു ചെറിയ പാചകരീതിയാണിത്. ഇതിനധികം സമയമൊന്നും വേണ്ട. ഒരു 10-20 മിനിറ്റിനുള്ളിൽ നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 2-3 സവാള, അതുപോലെ ഉള്ളി, ഇത് കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള ഒരു പരുവത്തിലാക്കുക. അതേപോലെ ഒരു ക്യാരറ്റ്, പിന്നെ ബീൻസ്, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു 2-3 ലീഫ് കറിവേപ്പില, പിന്നെ കുറച്ച് കടുകും കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ അത്യാവശ്യത്തിന് ഉപ്പും. ഇത്രേ നമുക്ക് വേണ്ടതുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് പാത്രം ചൂടാക്കുക. പാത്രത്തിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം പറ്റിയതിന് ശേഷം എണ്ണ ഒഴിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആകെ പുകയും ബഹളമൊക്കെ ആയിരിക്കും. എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് അത്യാവശ്യത്തിന് കടുക് ഇടുക. കടുക് പൊട്ടിയിട്ട് അതിൻ്റെ ഒപ്പം സവാളയും ഉള്ളിയും അതിലേക്ക് ഇട്ടിട്ട് വഴറ്റുക. നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. ഏകദേശം ബ്രൗൺ കളറിലേക്ക് എത്തും. അപ്പോൾ അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ക്യാരറ്റും ബീൻസും ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. 1 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതങ്ങോട്ട് അടച്ചു വെക്കുക. അപ്പോൾ അത് ഏകദേശം എന്താ ഈ പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ വേപ്പില ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ അത്യാവശ്യം ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. അപ്പോൾ ഒരു പരിവാവും. അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് വീണ്ടും ഇളക്കുക. റവ എന്തോരം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് വീണ്ടും ഇളക്കുക. ശേഷം അതിലേക്ക് ഈ റോസ്റ്റഡ് റവ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇടുന്നതിനൊപ്പം തന്നെ നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കട്ട പിടിക്കും. സോ നന്നായിട്ട് മിക്സ് ചെയ്ത് അതായത് ഇതേപോലെ അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഏകദേശം കുറച്ച് കഴിയുമ്പോൾ അറിയാം ഇത് എന്തോരം എങ്ങനെ ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതുവരെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വേവിച്ചുകൊണ്ടേയിരിക്കുക. കുറച്ചുകൂടെ നെയ്യ് ഉണ്ടായിരുന്നെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടെ മാറിയേനെ. ഇന്നിപ്പോൾ നെയ്യ് ഇല്ലാണ്ടായിപ്പോയി. നെക്സ്റ്റ് ടൈം നോക്കാം. എല്ലാവർക്കും പ്രയോഗിക്കാം. എന്നിരുന്നാൽ കൂടിയും ഇതുപോലെ വർക്കിംഗ് ബാച്ചിലേഴ്സും സ്റ്റുഡൻസും PGs ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് പുറത്തു നിന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു രീതി വളരെ ചിലവ് കുറഞ്ഞു, വളരെ സമയ ചിലവ് കുറഞ്ഞു നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്.